ടയർ 4 പുതിയതിടണം, പെയിന്റ് ചെയ്യണം, എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ ചെയ്യണം. മൊത്തത്തിൽ ഇവരെ നല്ല കണ്ടീഷനാക്കി കുട്ടപ്പനാക്കി റോട്ടിലിറക്കണം. എന്തുവരും പറഞ്ഞേ പറ. താൻ തൊണ്ടി വെടികൊണ്ട പന്നിയായി നിൽക്കണേ. ലോട്ടറി അടിച്ചോ സാറിന്? ലോട്ടറി നിന്റെ അപ്പൻ ഞമ്മന്റെ വായനലും എന്തൊക്കെ അറിയണ്ടേ? ഫോൺ വന്നോ, ലോട്ടറി അടിച്ചോ? സാർ ഇപ്പൊ ഒന്നുമില്ല ഇവിടെ. കാലത്തേനും ധർമ്മക്കാരും കൂടെ എഴുന്നുള്ളൂ. സാർ ഞാൻ പെയിന്റ് ചെയ്യാൻ വന്ന ആളാ. പെയിന്റ് ചെയ്യാൻ വന്ന ആളാ? അപ്പൊ തന്നോട് ഞാൻ ഉച്ചക്കല്ലേ വരാൻ പറഞ്ഞ്. ബാ ദേ, ഇതൊക്കെ ഒന്ന് വെള്ള പൂശണം, പിന്നെ പെയിന്റ് ചെയ്യാനുള്ളടത്തൊക്കെ പെയിന്റ് ചെയ്യണം. എന്തുവരും വെച്ചത് പറഞ്ഞേ പറ. താൻ എന്തോടെ ഒളിഞ്ഞു നോക്കണേ? ആണാണോ പെണ്ണാണോ എന്ന് അറിയാനാ? സാറേ ഇതിന് ടയറില്ലല്ലോ, ഇതെങ്ങനെ കൊണ്ടുപോകും? കൊണ്ടുപോയി എവിടെ കൊണ്ടുപോണു? തനിക്ക് ഈ വണ്ടി ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് പണി ചെയ്യാൻ പറ്റുമോ? ഇതെന്തത്? താൻ ഇതിന് എന്റെ പിന്നാലെ നടക്കണേ? വീട് വൈറ്റ് വാഷ് ചെയ്യാൻ. തനിക്ക് ഈ വീട് ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുമോ? നിൽക്കുന്ന വേണ്ടേ? ഞാൻ ആ വേഷങ്ങളൊക്കെ നോക്കുക. എന്താ വേണ്ട? ചെന്നൈ ചോദിച്ചാ പോരെ? എന്താ വേണ്ടേ? നമുക്ക് വേണ്ട ആ 3 കള്ളന്മാരെ വേഷം. 3 കള്ളന്മാരെ വേഷം? ഞാൻ അഭിനയിച്ച നാടകത്തിനുണ്ടല്ലോ 3 കള്ളന്മാരെ വേഷം. ഇത് പറ്റും നോക്കി. ഇതിങ്ങനെ കണ്ണി വെക്കണത് കണ്ട? ഇത് കൊള്ളാം. ഇത് 3 കാണും. ഉണ്ടാവും. അപ്പൊ ഇത് മതി. ഇതൊന്നും വേണ്ടെന്നേ. ഇതൊരു മാതിരി കോമാളി വേഷം പോലെ ഇരിക്കും. ഇത് മതിയെന്നേ, ഇത് മതി. ഇനി നമുക്ക് ഉറുമി സമ്മാനം ഒരു വേഷം കൊടുക്കണം. അയാൾക്ക് എന്തിനാ നമ്മൾ വേഷം കൊടുക്കണേ? അയാൾ തുണിയെടുക്കണ്ടവരനെ? അയാൾക്കല്ലെന്നേ, ഇവനല്ലേ ഉറുമി സ്തംഭാനായിട്ട് പോകുന്നു. കൺഫ്യൂഷൻ. ഇടയ്ക്ക് എനിക്ക് മറവി വരും, അപ്പൊ നീ എന്നെ ഓർമ്മിപ്പിച്ചോളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. അക്ബർ ചക്രവർത്തിയുടെ വാളും പരിചയം കൂടി കൊടുത്താലോ? എന്താ? ഈ രാജാപാർട്ടി വേഷമൊക്കെ ഇട്ട് അവിടെ എങ്ങനെ പോകുന്നത്? അതൊന്നും ശരിയാവില്ല. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? ഞാൻ ഇവിടെ അഭിനയിച്ചിട്ടുള്ളത് അലക്സാണ്ടർ ചക്രവർത്തിയായിട്ട് സ്റ്റേജില് 3 വർഷം വെലസി ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട്. പറ്റത്? പറ്റില്ല. പിന്നെ വാസ്കോഡിയാമ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നപ്പോ ഇങ്ങനെ വെറുതെ ഇവിടെ വന്നേ, അവിടെ പണിയില്ലാത്ത സമയത്ത്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. പറ്റില്ല. ചുമ്മാ അല്ല ഉറവച്ചേറ്റ് തടച്ചു കൂട്ടിയത്. എന്താ? അല്ലെ മനുഷ്യന്മാരിടുന്ന വേഷമൊന്നും ഇല്ലേ? നീ ഇപ്പൊ ഉർവശി തീറ്റേഴ്സിനെ പറ്റി എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. മതി 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 കാലി മതി. നിനക്കിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് കള്ളന്റെ വേഷമൊന്നും വേണ്ട. നിന്നെ കണ്ടാ തന്നെ ഒരു കള്ളന്റെ ചായ ഉണ്ട് കേട്ടാ. തമാശക്കാരാ. നിനക്ക് ഞാൻ നല്ലൊരു കൂട്ട് തരാം. കൂട്ടാ? അല്ല, കോട്ട്. കോട്ട്? ഹലോ സാർ, അത് ഞാനാണ്. ഉറുമി സ്തംഭാൻ ഇപ്പോ ബാങ്കിൽ 4 ലക്ഷം രൂപ വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ട്. എങ്ങോട്ടാ പോയത്? വീട്ടിലേക്കാണെന്നാ തോന്നുന്നത്. രാമേന്ദ്രൻ, നിങ്ങളൊരു കാര്യം ചെയ്യുക. ഉറുമീസിനെ ഉടനെ ഫോളോ ചെയ്യുക. അവൻ ആ പണം ആർക്ക് കൊടുക്കുന്നു അവരെ ഉടനെ അറസ്റ്റ് ചെയ്യുക. യെസ് സാർ. ഇത് കളിക്കളം, പടക്കളം, ഒരു പടക്കളം. പോരാട്ടമാരംഭമായി പടനിലങ്ങളിലാകെയും പടഹതാഹളഭേരികൾ പരിചയും കവചങ്ങളും പൊരുതുവാൻ കരവാടുമായി ഇറങ്ങുവിൻ തുടങ്ങുവിൻ സന്താഹം. ഒതിച്ചതോ ഒരു കളിക്കളം, വിധിച്ചതോ ഈ പടക്കളം. കളിക്കളം, ഇത് കളിക്കളം, പടക്കളം, ഒരു പടക്കളം. നമ്മളൊക്കെ ഇവിടെ തന്നെ ഇനി വരണം. ഞാൻ ഒന്ന് മുന്നോട്ട് പോയി തരാം. ഇന്നും കൂടി ഇവൻ ബാലകൃഷ്ണ, ഇവിടെ ആരുമില്ലേ?
മഞ്ഞപ്പിശാചിനെ കാണാനില്ല. നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങള് ഹംസക്കോയല്ലേ? അതെ. ഞങ്ങളൊക്കെ ബാലകൃഷ്ണന്റെ ഫ്രണ്ട്സാ. അതെ. അല്ല, നിങ്ങളെ മൂന്നാളി ഇരട്ട പറ്റതല്ല, അമ്മ പറ്റതാ. എന്തേ തനിക്കിപ്പോ എന്താ അറിയണ്ടേ? അത് മൂന്നാളും ഒരുപോലെ ഇരിക്കുന്ന അവൻ ചോദിച്ചാ. ഹംസക്കോയ വരുമെന്ന് ബാലകൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതെ, കണ്ടട പറഞ്ഞേൽപ്പിച്ചിട്ടാ പോയത്. എന്നിട്ട് അവനവിടെ പോയി പണം വാങ്ങിക്കാൻ ഹംസക്കോയ്ക്ക് തരാൻ 2 മണിക്കൂറിൽ വരുമെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ 2 മണിക്കൂറല്ല 4 മണിക്കൂർ ഇരിക്കില്ല ഒരു ഫ്രണ്ടിന് വേണ്ടി. എടാ വരടാ, ഇവിടെ വന്ന് കൂത്തിരിക്കുക എല്ലാരും. ബാലകൃഷ്ണൻ കാശ് വാങ്ങിക്കാൻ പോയാ. നമുക്ക് എന്നേ ഫുൾ ക്യാഷ് ചെയ്ത് വായിരിക്കിരിക്കേ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇറങ്ങാനുകൾ എന്താ വലിയ ചില്ലിത്തൊക്കെ പോകുള്ളൂ. ഇപ്പൊ എന്തിനാ കൊരങ്ങച്ചൻ ചിരിച്ചേ? ഞാൻ അവന്റെ മോന്ത കിട്ടുന്ന കൊടുത്തു വരട്ടെ. എനിക്ക് അയാളെ കണ്ടാ തന്നെ ഭയങ്കര ദേഷ്യം. അയാളൊരു ഷർട്ടും കഴുത്തിലൊരു ടവലും. ഇതിലെ ഒരു ഉടുപ്പിന്റെ ഫാഷനേ. ഇവിടെ തന്നെ ഇരിക്കണം, ഞങ്ങൾ ഉടനെ എത്തും. നിങ്ങൾ എത്തണ്ട, അവനെത്തിയാ മതി. ബാലകൃഷ്ണൻ താനും വീശ പറഞ്ഞു പോണ്. അതൊക്കെ നല്ലോണം ഒട്ടി ചെയ്തിട്ട് പോ. പെട്ടെന്ന് വിട്ടോ. അള്ള പറ്റിച്ചല്ലോ. നമ്മളെ ബാലകൃഷ്ണനല്ലേ? ബാലകൃഷ്ണ, എടാ നിങ്ങൾ ഞാൻ പറഞ്ഞ സ്മൈലെ കുറ്റം സ്പീഡിൽ ഓടും ചെയ്യും. നിക്കാ ബാലകൃഷ്ണ, നീ കാറിലല്ല തീവണ്ടി പോലെ തന്നെ ഞാൻ പിടിക്കും. നീ മനസ്സിലാക്കല്ലേ? എടാ, കാർ എന്റെ അടുത്ത് മാത്രമല്ല നമ്മളെ അടുത്തുണ്ട്. കാറ് വിടാ, വിട് കാറ്. ടാക്സി എങ്കിലും ടാക്സി വിട്. ഇവിടെ ഫുള്ളായോ? നിൽക്കുമ്പോ എപ്പോഴും നോക്കി ലോക്കായോ? എന്ത് ഗതി കെട്ട സമയം. ഇത് തുറക്ക് പോലെ ഡ്രൈവർ. സോറി, ഇത് തുറക്കാൻ സ്മാനെ ഒന്നാമത് തല്ലി തല്ലി അടുക്ക പോ. വിട് വിട് വിട. എന്താ കഴിച്ച വിട്. അല്ലോ അതിരികളെ പറ്റി. ബാലകൃഷ്ണ, ഇത് ഏതാ ഈ സ്ഥലം? മിണ്ടരുത്. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാ? ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. ഇതെന്തിട്ട് ചോന്നിട്ട് ഓരോ ഉണ്ടകൾ കാണണേ? വിഴുങ്ങാൻ വേണോ? എനിക്ക് വേണ്ട. നീ ഒരെണ്ണം പോയി വീണിട്ട് പാടാ. കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം. നിന്റെ അപ്പനെ കള്ളു കുടിച്ചത്. എന്റെ പൊന്നും മത്തായിച്ചേട്ടാ, ഒന്നും ശബ്ദം ഉണ്ടാക്കാതിരി. ഇവിടെ ഇനി ഇവിടെ മൂത്രം ഒഴിക്കുന്നത്. അപ്പൊ മൂത്രം ഒഴിക്കാനല്ലേ ഇവിടെ ഇരുന്നത്? മൂത്രം ഒഴിക്കാനല്ല. പിന്നെ ഉറുമീസ് ഇപ്പൊ പണവുമായിട്ട് വരും. എന്നാ വിളിക്കുക ബാലകൃഷ്ണ. പേര് വിളിക്കരുത് ബാലകൃഷ്ണ, പേര് വിളിക്കരുത്. തമ്മിൽ തമ്മിൽ അറിയരുത്. വരുന്നു. മിസ്റ്റർ ഉർമീസ് തമ്പാൻ, പണം കൊണ്ടുവന്നിട്ടുണ്ടോ? പണം കൊണ്ടുവന്നിട്ടുണ്ടോ? മുന്നോട്ട് വരിക. ചേട്ടാ, അവിടുത്തെ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. എന്റെ കുഞ്ഞിവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. പണം കാണട്ടെ. ഞാൻ തുറക്കാട്ടെ, എനിക്ക് തുറന്ന് പരിചയം. മാറ് കൈവിട്. ആക്രാന്തം കാണിക്കരുത്. ഒന്ന് തുറന്നു നോക്കടാ. ആക്രാന്തം കാണിക്കില്ലെന്ന്. എന്റെ കുഞ്ഞെവിടെ? കൊണ്ടുവരാം. അധികം പോകരുത്.
ആ പെട്ടിക്ക് തടാ. കൊടുക്കണ്ട പെട്ടി തരാൻ. നീ കൊടുത്തേക്ക്, രക്ഷയൊന്നുമില്ല. നിഷമോളോടെ. അതെ, ഉർവശി തിയേറ്റേഴ്സിൽ ഒരു ഫോൺ വന്നു. അപ്പൊ ചെമ്മീൻ മറീസിന്റെ നിഷമോളോടെ. എനിക്ക് അറിഞ്ഞൂടാ സാർ. നിഷമോളോടെ പറയടാ. എനിക്ക് അറിഞ്ഞൂടാ സാർ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളെ ആരും ക്ഷണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. എനിക്കൊരു കംപ്ലൈന്റ് ഇടപെടൽ മിസ്റ്റർ ഉർമീസ് തമ്പാൻ. ഞങ്ങളെ തടയരുത്. നടക്കണം. സ്റ്റോപ്പ് ഇറ്റ്. രാംജിറാവു, രക്ഷപ്പെട്ടോളൂ. ഒക്കെ പോലീസുകാരെ എന്നെ എന്തിനാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? മിസ്റ്റർ ഉർമീസ് തോക്കിൽ നിന്ന് വിടാൻ. ഇവിടെ ഒച്ചയൊക്കെ ഉണ്ട്. ഇവിടെ ഒടുകിൽ ഉണ്ടാവും. വേം വരി. ഇതിലെ ഓടാനും വയ്യ നല്ലോണം. അല്ല, നമ്മളെ ബാലകൃഷ്ണനല്ലേ എല്ലാരും കൂടി കൂടിയായിരിക്കണേ? മജീദ്, ജബ്ബാറ്, സുക്കൂറെ, ബിലേര, അരി കൂടി അടിക്ക്. അരി തുടക്കണം അവിടെ. മഞ്ഞ പിശാച് ബാലകൃഷ്ണൻ നമ്മുടെ പാർട്ടിയൊന്നുകൊണ്ടിട്ട് പോയാടി അവിടെ നീക്കി പിടിക്കിച്ച കാര്യം. അതെ, ഇത് പൊട്ടിക്കഴിഞ്ഞാലോ അവസാനം പോലീസാണെങ്കിൽ ചിലപ്പോ നിങ്ങൾ ജയിലിൽ കൊണ്ടുവരും. ഞാൻ പറഞ്ഞേക്കാം. എന്തത് എന്റെ നെഞ്ചിൽ തന്നെ നിൽക്കണേ? അങ്ങോട്ട് പോട്ടെ. അയ്യോ, അങ്ങോട്ട് തിരിച്ചു പിടിക്കേ, അല്ലെങ്കിൽ വേറെ എവിടെയും പോയി പോട്ടെ. തല കളഞ്ഞ മുഹിയത്തീൻ. പരിപാടിയൊക്കെ വേണ്ട. പോയില്ലേ മുതല്? ഇനി ഇങ്ങനെ അങ്ങനെ നിന്നെ വിട്ടിട്ടുണ്ട്. ഒരു തോക്ക് കിട്ടിയിട്ടാ അവസാനം തോക്കുകളാന്ന് പറയരുത്. കറുത്ത തോക്ക പ്ലീസ്. ആളില്ലാത്ത കറുത്തൊരു തോക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിലാണോ? ഇതെന്താ ഇയാൾ പിടിച്ചിരിക്കുന്നത്? തടുത്തോ? അയ്യോ അയ്യോ അയ്യോ. നിർത്തി. എന്താ ഇന്ന് ഞാൻ എല്ലാത്തിനും ഞാൻ കൊല്ലുള്ളൂ. എനിക്ക് എന്താണ് പ്രാന്ത് പിടിച്ചു തോന്നണേ? ഒരു വാച്ച് വെച്ചിട്ടുണ്ട്. തന്റെയാണോ? ഞാനേ അടുത്താളോ അടുത്താളോ. നീ എന്താ അവിടെ കുതിര കളിക്കുക? ഇടുവാ നിന്നെ. ഞാനൊരു ഇടിക്കട്ടെ. എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാ ഞാൻ സമാധാനമായിട്ട് എനിക്ക് ഇടിക്കാനും സമ്മതിക്കാനില്ല. ചാരങ്ങൾ എന്നെ മലന്ന് എടുക്കണ്ട. ഞാൻ എനിക്ക് കൂട്ടി വെച്ചു ഒരു ചവിട്ടോട്ടെ. ഇങ്ങോട്ട് വന്നേ. ബാലകൃഷ്ണ ഓടിക്കോ. ഞാൻ ഏതായാലും കയ്യച്ചോ. ഇതൊന്ന് ഒതുക്കിയിട്ട് വരാം. ഒന്ന് വിട്ടേടാ ഗോപാലകൃഷ്ണ. ഈ നാട്ടിൽ കിഡ്നാപ്പേഴ്സിന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മള് വിചാരിച്ച പോലെ അല്ലേട്ടാ. അയാൾ 3 ആൾ ഇടിക്കണം. ഞാൻ കണ്ടതാ. ഇങ്ങോട്ട് വാ. നന്ദിയോടാണ്. കംപ്ലീറ്റ് ലെവലാക്കി. ഈ വക പണിക്കിന് ഞാനില്ല. എനിക്ക് അങ്ങനെയുള്ള ഒരു കാശും വേണ്ട. അവിടെ കിടവും. അയാള് വലിയ പുണ്യാളത്തിനാണ്, പോലീസ് അറിയിക്കില്ല എന്നൊക്കെ പറഞ്ഞു നീയല്ലേ. എന്നിട്ട് ഇപ്പൊ എന്തായിടാ? എടാ, നിന്റെയൊക്കെ വാക്ക് വിശ്വസിച്ച് വേഷം കിട്ടി ഇറങ്ങി തിരിച്ച എന്നെ വേണം തല്ലാൻ. ഞാനൊക്കെ ഇവിടെ സമാധാനമായിട്ട് കഴിയുന്നത് നിനക്കൊന്നും സഹിക്കില്ലല്ലേ? ബാലകൃഷ്ണ, നീ ഗോപാലകൃഷ്ണനെ വിളിച്ചിട്ടൊന്ന് ഇറങ്ങി തരുമോ? മീശ മറ്റേ 3 ലക്ഷം വേണോ 4 ലക്ഷം വേണോ അവന്റെ അമ്മേനെ കെട്ടിക്കാൻ? എന്റെ എല്ലാം പോയില്ലേ? ഇനിയിപ്പോ ആരെ പിണ്ടമ്മയ്ക്കാനെ പോണേ? ഹലോ, പന്ന റാസ്കൽ. വാക്ക് പറഞ്ഞ പാലിക്കാൻ നീ ഒന്നും പഠിച്ചിട്ടാ തെണ്ടി.
നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. പക്ഷേ ഞാൻ പറയുന്നത് കൂടി ഒന്ന് കേൾക്കണം. വേണ്ട, ഇനി ഒന്നും പറയണ്ട. നെറികെട്ട നായെ നീ അനുഭവിക്കാൻ പോന്നേ ഉള്ളൂ. രാംജി റാവു പ്ലീസ്. റാംജി റാവോ? ഇനി ഒരു റാംജി റാവു ഇല്ല. നിനക്ക് ചുണയുണ്ടെങ്കിൽ നീ നിന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ നോക്ക്. പോലീസോ പട്ടാളോ എന്താണെന്ന് വെച്ച് വിളിച്ചോണ്ട് വാ. ഹലോ 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 ഹലോ, നീ എന്ത് വിവരക്കാരാണ് കാണിച്ചത്? ഇനി നമ്മൾ ഇവിടുന്ന് ഫോൺ ചെയ്യാൻ പാടില്ല, അത് അപകടമാണ്. എന്താ അപകടം? പോലീസ് ഇവിടെ വരും. വരട്ടെ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു വരുത്തും. എന്നിട്ടെന്താ? അവരും രാംജി റാവു തമ്മിലായിക്കോട്ടെ. ആ കുഞ്ഞിന്റെ കാര്യം? അയാളുടെ കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. നമ്മളോട് ചെയ്തതിന് അയാളും അനുഭവിക്കട്ടെ. ബാലകൃഷ്ണ, അയാൾ നിരപരാധിയാണ്. അയാളാണ് പോലീസിനെ കൊണ്ടുവന്നെങ്കിൽ പിന്നെ നമ്മളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമോ? ബാലകൃഷ്ണ, ഇത് അയാളാ, റാംജി റാവു. നീ അബദ്ധമൊന്നും പറയരുത്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാം. നീ പറയുന്നൊന്ന് കേൾക്ക്. നീ കൈവിട്. ബാലകൃഷ്ണ പ്ലീസ്. ഡാഡി, ഡാഡി, ഇവരെന്നെ കൊല്ലും ഡാഡി. എന്താണ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്താ വരാഞ്ഞേ? പറ ഡാഡി. ഡാഡി, ഇവരെന്നെ കൊല്ലും. ഡാഡി, എന്താ ഒന്നും പറയാത്ത? ഡാഡി പറ ഡാഡി. ഡാഡിക്ക് എന്നെ വേണ്ടേ ഡാഡി? മിസ്റ്റർ ഉറുമീസ് തമ്പാൻ, നിങ്ങളെ വീണ്ടും വിളിക്കാൻ പാടില്ലാത്തതാണ്. പറഞ്ഞ സമയത്ത് വരാൻ പറ്റാത്ത നിങ്ങളോട് ഈ മര്യാദ കാണിക്കാനും പാടില്ലാത്തതാണ്. എന്നാലും നിങ്ങൾക്ക് ഒരവസരം കൊടുത്തരികയാണ്. നാളെ രാത്രി 12 മണിക്ക് നഗരത്തിന്റെ അതിർത്തിയിൽ പഴയ തുരങ്കത്തിന് മുന്നിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി വരും. വെറും 5 മിനിറ്റ് മാത്രം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. 1 മിനിറ്റ് താമസിച്ചാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമേ കൊണ്ടുപോകാൻ പറ്റൂ. പോലീസുമായിട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല. കുഞ്ഞിനെയും ഞങ്ങളെയും നിങ്ങൾ അവിടെ ജീവനോടെ കാണില്ല. എന്താ? നമ്മൾ മൂലം ഒരു കുഞ്ഞിന്റെ ജീവനാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അത് പാടില്ല. ഞാൻ ആ ഉറുമീസിനെ വിളിച്ചെല്ലാം പറയാൻ പോവാ. ബാലകൃഷ്ണ, അരുത്. ഘോഷ, നീ കൈയെടുക്ക്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നീ പറഞ്ഞതും കേട്ടതൊക്കെ മതി. മര്യാദ കൈയെടുക്ക്. ഇല്ല, ഇത് പൊളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കൈയെടുക്കാനാ പറഞ്ഞത്. ഇല്ല, കൈയെറ. ഇല്ല. എന്തത്? കൊല്ലുവാ. നിന്നെ ഞാൻ കൊല്ലും. നിങ്ങൾ ആരെയില്ലെങ്കിലും ഒറ്റയ്ക്ക് ഞാൻ നടത്തും. എന്നെ വിടുവത്താച്ചേട്ടാ. എന്താടാ? ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു പോയി മത്തായിച്ചേട്ടാ, കൈ നിറയെ കാശുമായിട്ട് എത്തുമെന്ന്. എറണാകുളത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ നാളെ ഞാൻ എത്തുമെന്ന് ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു പോയി മത്തായിച്ചേട്ടാ. നാളെ വണ്ടി പണിയാൻ ആള് വരുമ്പോ, വീട് പുതുക്കാൻ പണിക്കാർ വരുമ്പോ അവരോട് മത്തായിച്ചേട്ടൻ എന്താ പറയാൻ പോകുന്നത്? എന്റെ മത്തായിച്ചേട്ടന്റെ കാര്യം പോട്ടെ, ഇവനോ? നാളെ അംസക്കോ വരുമ്പോ നീ എന്താ പറയാൻ പോകുന്നത്? ഉണ്ണിയുടെ ഓപ്പറേഷന് വേണ്ടി നീ എവിടുന്നാ പൈസ ഉണ്ടാക്കാൻ പോകുന്നത്? പറയടാ. എന്റെ സ്വാർത്ഥം കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് ഇനിയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറ, വിളിച്ചു പറ, എല്ലാരോടും എല്ലാം വിളിച്ചു പറ.